ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇന്ന് 36ഓളം സ്വകാര്യ ബസ്സുകൾ യാത്ര പുറപ്പെട്ടത് കാരുണ്യത്തിന്റെ ചിറകുകളുമായി. കാരുണ്യയാത്ര ഒറ്റപ്പാലം ജോയിന്റ് RTO മോഹനൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. കരൾ, വൃക്ക എന്നിവ തകരാറിലായി കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മങ്കര സ്വദേശി പ്രശാന്തിന്റെ ചികിത്സാർത്ഥം ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഏകദേശം 50 ലക്ഷം രൂപയോളമാണ്. പ്രശാന്തിനായി കരളും വൃക്കയും നൽകാൻ പ്രശാന്തിന്റെ ഭാര്യയും മകളും സന്നദ്ധ അറിയിച്ചിട്ടുണ്ടെങ്കിലും തുടർ ചികിത്സയ്ക്കായി 50 ലക്ഷത്തോളം രൂപ കണ്ടെത്താൻ നിർധനരായ ഇവർക്ക് സാധിക്കാത്ത സാഹചര്യത്തിലാണ് മങ്കരയിലെ ജനകീയ സമിതി പ്രശാന്തിന്റെ ചികിത്സാർത്ഥം ധനസമാഹരണത്തിനായി രംഗത്ത് വന്നത്. ധനസമാഹരണത്തിന്റെ വേഗത കൂട്ടാൻ അവർക്കൊപ്പം ഓൾ കേരള പ്രൈവറ്റ് ബസ് മെമ്പേഴ്സും ഇന്ന് അണിചേർന്നു. ഗുരുവായൂർ പാലക്കാട്, പട്ടാമ്പി പാലക്കാട്, തൃശൂർ പാലക്കാട്, കോഴിക്കോട് പാലക്കാട് എന്നീ റൂട്ടിലൂടെ പോകുന്ന 36ഓളം ബസ്സുകളാണ് പ്രശാന്തിന്റെ ചികിത്സാർത്ഥം ഇന്ന് കാരുണ്യയാത്ര നടത്തുന്നത്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന കാരുണ്യയാത്രയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് ഒറ്റപ്പാലം ജോയിന്റ് RTO മോഹനൻ നിർവഹിച്ചു. വരുമാനവും ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മളെ കൊണ്ടാവുന്ന സഹായം ചെയ്തു കൊടുക്കുക. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിന് വേണ്ടിയിട്ട് നിർമ്മാണ വകുപ്പിൻ്റെയും എല്ലാ പെൻഷൻ ഉണ്ടായിരിക്കും. കൂടുതൽ ബസ് ഉടമകളും തൊഴിലാളികളും ഇതിലേക്ക് വരണമെന്നാണ് എനിക്ക് അഭിപ്രായം. നമുക്ക് സംഘടനകളായിട്ടൊന്ന് സംസാരിക്കാം. ഇന്നലെ രാജേഷ് പറഞ്ഞപ്പോഴാണ് ഈ പേര് അറിയുന്നത്. ഇങ്ങനെ സംഭവമാണ് ബാധിച്ച ചിലവ് വരുന്നതാണ്. പറ്റുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. എന്തായാലും ചെയ്യുകയാണ്. എല്ലാവരുടെയും എല്ലാ സുമനസ്സുകളുടെയും സഹകരണം ഇതിലേക്കുണ്ടായിരിക്കണം. എല്ലാ ഓണർമാരുടെയും തൊഴിലാളികളുടെയും. ഇന്ന് ലഭിക്കുന്ന മുഴുവൻ തുകയും പ്രശാന്തിന്റെ ചികിത്സയ്ക്കായി കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കുമെന്നും പ്രശാന്തിന്റെ കുടുംബത്തിനായി ഓൾ കേരള പ്രൈവറ്റ് ബസ് മെമ്പേഴ്സിന്റെ എല്ലാ സഹായവും പിന്തുണയും ഉണ്ടാകുമെന്നും ജില്ലാ സെക്രട്ടറി രാജേഷ് പറഞ്ഞു. ബൈറ്റ്. കിഡ്നി നൽകുന്ന ഭാര്യയാണ് ലിവർ നൽകുന്നത്. അങ്ങനെ 3 രോഗികളാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത്. പ്രശാന്തിന് കിഡ്നി, ലിവർ 2 ഡാമേജ് ആയിട്ടാണ് ചികിത്സയിലാണ് കോയമ്പത്തൂരാണ് ചികിത്സ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 50 ലക്ഷം രൂപയോളം കണ്ടെത്തണം. അപ്പോൾ മങ്കര അവിടെ ഭാഗത്ത് പരിസരത്തുള്ളവർ കുറേ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ നമ്മളും അത് തയ്യാറായിട്ട് ആ കാരുണ്യയാത്ര നടത്തി ഇതിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ ഇന്നത്തെ ദിവസത്തെ ഫുൾ കളക്ഷൻ, അതായത് ഡീസലടിച്ച് വഹിക്കുന്ന കളക്ഷൻ കംപ്ലീറ്റ് ഈ സുഹൃത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റപ്പാലം ജോയിന്റ് RTO ആയിരുന്നു ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഞാൻ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ്. ഒരു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ്. തൊഴിലാളികളാണ്, ബസ്സിലെ തൊഴിലാളികളാണ്. കാരുണ്യയാത്ര നടത്തുന്ന ബസ്സിലെ തൊഴിലാളികൾ. ഭവന നിർമ്മാണം, ഗതാഗതം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകി വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ 2024-25 വർഷത്തെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണ മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് സാർവതോന്മുഖമായ വികസനം ലക്ഷ്യമിട്ട് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ 2024-25 വർഷത്തെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പാർപ്പിട മേഖലയ്ക്ക് 11,000 കോടി, ഗതാഗത മേഖലയ്ക്ക് 4,69,69,000 രൂപ, പട്ടികജാതി വികസനത്തിന് 6,58,40,000 രൂപ, കുടിവെള്ളത്തിന് 38 ലക്ഷം രൂപ, കാർഷിക മേഖലയ്ക്ക് 64,80,660 രൂപ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 3,90,50,000 രൂപ, മൃഗസംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനുമായി 43,40,40,000 രൂപ, വനിതാക്ഷേമത്തിനായി 9,50,000 രൂപ, അംഗൻവാടികൾക്കും പോഷകാഹാര വിതരണത്തിനുമായി 56,05,000 രൂപ, ആരോഗ്യ മേഖലയ്ക്ക് 68,81,000 രൂപ, ശുചിത്വത്തിനും മാലിന്യ സംസ്കരണത്തിനുമായി 43 ലക്ഷം രൂപ, വിദ്യാഭ്യാസത്തിനും കലാ സംസ്കാരം യുവജനക്ഷേമത്തിനുമായി 19,20,000 രൂപ, കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി 25,86,667 രൂപ, വൃദ്ധർക്കും പാലിയേറ്റീവ് കെയർ അഗതികൾക്കുമായി 12 ലക്ഷം രൂപ എന്നിവയാണ് പ്രധാനമായി
പ്രധാനമായും ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. 43,83,31,087 രൂപ വരവും 43,30,99,322 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത അവതരിപ്പിച്ചത്. സമഗ്ര വികസനം മുന്നിൽ കണ്ടുകൊണ്ട് പശ്ചാത്തല മേഖലയ്ക്കും സേവന മേഖലയ്ക്കും കൃഷിക്കും കൂടി പ്രാധാന്യം നൽകിയതാണ് ഓരോ മേഖലയ്ക്കും വകയിരുത്തിയിട്ടുള്ളത്. ബജറ്റ് മുൻഗണന നൽകിയിട്ടുള്ള പ്രധാന മേഖലയ്ക്കും അവയ്ക്ക് വകയിരുത്തലുണ്ട്. നമ്മുടെ പ്രോജക്റ്റിന്റെ ഓരോ മേഖലയായിട്ട് തിരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പാർപ്പിട മേഖലയ്ക്ക് 11 കോടി രൂപ, ഗതാഗത മേഖലയ്ക്ക് 4,65,49,000 രൂപ, 69,000. ബജറ്റ് യോഗത്തിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന് കീഴിൽ പദ്ധതി നിർവഹണത്തെ സംബന്ധിച്ച രൂപരേഖ ആദ്യം സമർപ്പിച്ച പഞ്ചായത്ത് വാണിയംകുളം ഗ്രാമപഞ്ചായത്താണെന്നും വികസന കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂന്നിയുള്ള സമഗ്ര വികസനമാണ് ഭരണസമിതി ലക്ഷ്യമിടുന്നതെന്ന് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് 2 മണിക്ക് BPC ഉണ്ടെന്ന് അറിയിച്ചപ്പോൾ അതിനും കൂടിയുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന പഞ്ചായത്താണ്. ആദ്യ പഞ്ചായത്ത് നമ്മുടെ പദ്ധതി സമർപ്പിച്ച 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതി ആദ്യം പാലക്കാട് ജില്ലയിൽ സമർപ്പിച്ച പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ഇനിയിപ്പോ ആ DPC ആണ് നമ്മൾ മാത്രമേ പദ്ധതി സമർപ്പിച്ചിട്ടുള്ളൂ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് DPCയുടെ ചെയർമാൻ കൂടിയാണ്. DPCയുടെ ചെയർമാൻ എന്നെ വിളിച്ചു. ഞാൻ അവരെ മുമ്പ് വിളിച്ചേർന്നത് DPC ഉണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവരെ വിളിച്ചേർന്നപ്പോൾ പ്രസിഡന്റ് അവിടെ ഓഫീസിൽ പോയിട്ട് പറയാതെ പറഞ്ഞു. അവർ ഓഫീസിൽ പോയിട്ട് 1 മണിയോട് കൂടി തിരിച്ചു വിളിച്ചു. പ്രസിഡന്റ്, നിങ്ങൾ മാത്രമാണ് പാലക്കാട് ജില്ലയിൽ പദ്ധതി സമർപ്പിച്ചിട്ടുള്ള പഞ്ചായത്ത്. അതുകൊണ്ട് ഇന്നത്തെ DPC നമുക്ക് 8-ാം തീയതിക്ക് ആക്കല്ലേ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയുടെ ബജറ്റ് അവതരണത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ക്ഷണിക്കുന്ന കീഴ്വഴക്കം ഇത്തവണ ലംഘിച്ചെന്നാരോപിച്ച് BJP ജനപ്രതിനിധികൾ ബജറ്റ് പ്രസംഗത്തിനു ശേഷം പ്രതിഷേധം രേഖപ്പെടുത്തി ഇറങ്ങിപ്പോയി. 2024-25 വാർഷിക ബജറ്റിൽ ഭരണസമിതി മനഃപൂർവ്വം ജനങ്ങളിൽ നിന്ന് എന്തോ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ക്ഷണിക്കാത്തതെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധി പ്രസാദ് ആരോപിച്ചു. കോവിഡ് കാലത്ത് പോലും ആ ഒരു മാനദണ്ഡം നമ്മൾ മാറ്റാതെ വിളിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരാളുകളെയും ഇവിടെ വിളിച്ചിരുന്നത്? എന്താണ് അത് വിളിക്കാതിരിക്കാനുള്ള കാരണം? ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിനെ അറിയിക്കേണ്ട ഒരു ബഡ്ജറ്റല്ലേ? പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അത് കേൾക്കേണ്ട ബഡ്ജറ്റല്ലേ? അപ്പോൾ അവരെ കേൾക്കാതിരിക്കണ ഈ ബഡ്ജറ്റിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്നില്ലേ? അതിൻ്റെ ഒരു സംശയമാണ്. കാരണം എത്രയോ വർഷങ്ങളായി, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, എത്രയോ വർഷങ്ങളായി ഞാൻ പഞ്ചായത്തിൻ്റെ മെമ്പറായിട്ട് 4ാമത്തെ ബഡ്ജറ്റാണ്. പക്ഷേ ഞാൻ തന്നെ ഇതിനു മുമ്പ് പല ബഡ്ജറ്റുകളിലും ഞാൻ പാർട്ടി പ്രതിനിധിയിലൂടെ പങ്കെടുത്തു. തുടർച്ചയായിട്ട് ഞാനത് കണ്ടുവന്നിരുന്നൊരു പ്രതിഭാസമാണ്. ഇത്തവണ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നടപടി ഈ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല? കഴിഞ്ഞ ദിവസം ബോർഡിൽ ബഡ്ജറ്റിന് പറഞ്ഞപ്പോഴും എന്തുകൊണ്ട് അത്ര ആളുകളെ വിളിക്കുന്നില്ല എന്നും ആ ബോർഡിൽ പറഞ്ഞില്ല. ഇവിടെ വന്നപ്പോൾ അത്തരം ആളുകളെ ഒന്നും കാണുന്നില്ല. ഞാൻ എൻ്റെ പാർട്ടിയുടെ പ്രതിനിധികളോട് ചോദിച്ചു, നിങ്ങളൊന്നും വിളിച്ചിട്ടില്ലേ? ഞങ്ങളൊന്നും വിളിച്ചിട്ടില്ല. ഇവിടെ നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയും കാണുന്നില്ല, ഒരു പൊതുപ്രവർത്തകരെയും ഇവിടെ കാണുന്നില്ല. അപ്പോൾ എന്താണ് അവർ നിന്നൊക്കെ മറച്ചു വെക്കാൻ ഈ ബഡ്ജറ്റിലുള്ളത്? അപ്പോൾ എന്തോ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ബഡ്ജറ്റിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നുണ്ട്, അത് പിന്നീട് പറയാം. പക്ഷേ ഇവിടെ ഈ തരത്തിലുള്ള ഒരു സമീപനം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ച ബജറ്റ് തുറന്ന പുസ്തകമാണെന്നും ബജറ്റ് അവതരണത്തിന് മുൻപ് താഴെത്തട്ടിലെ വാർഡ് കമ്മിറ്റി യോഗം തുടങ്ങി ജനങ്ങളിൽ നിന്ന് നേരിട്ട് ബജറ്റ് നിർദ്ദേശമടക്കം സ്വീകരിച്ച ശേഷം അവതരിപ്പിച്ച ബജറ്റിൽ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ ഭരണസമിതി ശ്രമിക്കുന്നു എന്നൊക്കെ ആരോപിക്കുന്നവരെ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ വിചാരണ ചെയ്യുമെന്ന് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ പറഞ്ഞു. ബൈറ്റ്. ഇവിടെ ഇരിക്കുന്ന പൊതുജനങ്ങളൊക്കെ അംഗനവാടി ടീച്ചർമാര്, ആശാ വർക്കർമാര്, അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകര്, നിർവഹണ ഉദ്യോഗസ്ഥര്, ഇവരൊക്കെ ബന്ധപ്പെട്ട തലങ്ങളിൽ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവരിൽ നിന്നൊക്കെ എന്താണ് ഈ ബഡ്ജറ്റിൽ ഒളിച്ചു വെച്ചിട്ടുള്ളത്? ഇതിൽ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. എല്ലാം തുറന്ന പുസ്തകം പോലെയാണ്. എല്ലാ വിഭാഗത്തിലുംപ്പെട്ട മേഖലയിൽ നിന്ന് നമ്മൾ ഇന്ന സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഇന്ന വരവ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരവ് കിട്ടിയാൽ നമ്മള് ഇന്ന വികസന പ്രവർത്തനം അടുത്ത സാമ്പത്തിക വർഷത്തിൽ
ഒരു 250 കുടുംബങ്ങൾക്കെങ്കിലും പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു തുറന്ന പുസ്തകം പോലെ എഴുതിയിട്ടുണ്ട്. ഇതിലെന്താ ഒളിച്ചേക്കാറുള്ളത്? ഒന്നും ഒളിച്ചേക്കാറില്ല. ഈ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ പദ്ധതി നിർവഹണ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചിട്ടുണ്ടോ? ബന്ധപ്പെട്ട വിഭാഗങ്ങളുടെ ഒക്കെ യോഗം വിളിച്ചു. സ്ത്രീകളുടെ യോഗം വിളിച്ചു, ചെറുപ്പക്കാരുടെ യോഗം വിളിച്ചു, കൃഷിക്കാരുടെ യോഗം വിളിച്ചു. അതുപോലെ വിവിധ മേഖലയിലെ വയോജനങ്ങളുടെ യോഗം വിളിച്ചു. ഏതാണ്ട് 130-140 ആളുകളെ പങ്കെടുത്തു. അപ്പൊ വയോജനങ്ങളുടെ യോഗം വിളിച്ചു. അങ്ങനെ എല്ലാ വിഭാഗത്തിലും പെട്ടവരുടെ യോഗം വിളിച്ച കൂട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഒരു തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ഗ്രാമസഭയ്ക്ക് മുമ്പേ 24-25 പദ്ധതി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വിളിക്കാനില്ല. ഒറ്റപ്പാലം നഗരസഭയിലെ പനമണ്ണ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ ബാക്കിയുള്ള 20,100 ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള ബയോ മൈനിംഗ് പദ്ധതിക്ക് തുടക്കമായി. ഒറ്റപ്പാലം നഗരസഭയുടെ പനമണ്ണയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന പരമ്പരാഗത മാലിന്യങ്ങൾ വേർതിരിച്ച് നീക്കം ചെയ്യുന്ന ബയോ മൈനിംഗ് പദ്ധതിക്ക് തുടക്കമായി. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ നേതൃത്വത്തിലാണ് യന്ത്രസഹായത്താൽ മാലിന്യങ്ങൾ തരംതിരിച്ച് മാറ്റുന്നത്. 1.64 കോടി രൂപ ചിലവഴിച്ചാണ് പ്ലാന്റിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായി യന്ത്രം സ്ഥാപിച്ചത്. 20 അടിയിലേറെ ഉയരത്തിലാണ് പ്ലാന്റിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടന്നിരുന്നത്. ആദ്യഘട്ടത്തിൽ 100 ക്യൂബിക് മീറ്റർ മാലിന്യമാണ് നീക്കം ചെയ്തത്. പ്ലാന്റിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ നടപടി വേണമെന്ന ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരം ശുചിത്വ മിഷന്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ബാക്കിയുള്ള 20,100 ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കം ചെയ്യുന്നത്. പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി നിർവഹിച്ചു. പ്ലാസ്റ്റിക്കിന് 12 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചുകൊണ്ടാണ് അത് ഇവിടുന്ന് കയറ്റി പോകുന്നത്. പ്ലാസ്റ്റിക് വേറെ, ചെരുപ്പ്, കുപ്പി, അതേപോലെ ബയോമെഡിക്കൽസ്, അതുപോലെ ഈ മാലിന്യത്തിലുള്ള മണ്ണ് വേറെയാക്കി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് തരം തിരിച്ചുകൊണ്ട് ഇവിടുന്ന് കയറ്റി പോവുകയാണ്. അങ്ങനെ ഓരോന്നും തരം തിരിച്ച് കയറ്റി പോയി ഈ പ്രദേശം നമുക്ക് വൃത്തിയാക്കേണ്ടതുണ്ട്. ഈ ഭാഗത്ത് ആദ്യം ഈ പ്ലാസ്റ്റിക്കൊക്കെ ഓടുന്ന സമയത്ത് തീ കത്തുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു കേസും മറ്റും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളിവിടെ വൃത്തിയാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കൂട്ടത്തിൽ ഇവിടെ നിന്നുള്ള മാലിന്യം നമ്മുടെ ഇവിടെയുള്ള തോട് കൂടെ ഒലിച്ചു പോയിട്ടാണ് കണ്ണിയമ്പുറം തോട്ടിൽ കൂടെ പോയി പുഴയിലൊക്കെ എത്തുന്ന ഒരു പ്രവണതയും കൂടി ഉണ്ട്. നല്ല മഴ പെയ്യുമ്പോൾ ഇത് ഉയർന്നു നിൽക്കുന്ന ഈ സാധനങ്ങൾ എന്തെങ്കിലും മഴ പെയ്യുമ്പോൾ ഒലിച്ചു പോകും. അപ്പോൾ അതിന് ഒരു തടയിടുന്നതിൻ്റെ ഭാഗമായിട്ടും 9 കോടി രൂപ നമുക്ക് ലോകബാങ്ക് ധനസഹായം കിട്ടിയിട്ടുണ്ട്. ആ തുക ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ചുറ്റും മതിൽ കെട്ടി സ്ഥലം സംരക്ഷിക്കുകയും ഈ സ്ഥലം തന്നെ നമുക്ക് ഇനിയും നമ്മുടെ നാട്ടിൽ നിന്നെടുക്കുന്ന വീടുകളിൽ നിന്നെടുക്കുന്ന പ്ലാസ്റ്റിക് അജൈവ മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് തരംതിരിച്ച് അന്നന്ന് വന്ന് കെട്ടിക്കിടക്കാതെ കൊണ്ടുപോവുകയും കയറ്റി പോവുകയും കൂട്ടത്തിൽ നമുക്ക് മറ്റ് ആവശ്യങ്ങളുണ്ട്. ബൾക്ക് വേസ്റ്റ് നമുക്കിവിടെ നിർമ്മാർജ്ജനം ചെയ്യണം, മാലിന്യം എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു സൗകര്യം നമ്മളിവിടെ ചെയ്യണം. അതേപോലെ തന്നെയാണ് നമ്മുടെ ബയോ പാർക്ക് ഇവിടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഓർഗാനിക് വേസ്റ്റ് നമുക്ക് സംസ്കരിക്കേണ്ടതുണ്ട്. അങ്ങനെ തരം തിരിച്ചുകൊണ്ട് നമുക്കുള്ള സംസ്കരണശാലകൾ നൂതന രീതിയിലുള്ള ഇവിടെ നമുക്ക് ചെയ്യണം. അതിൻ്റെ പ്രവർത്തനം നമുക്ക് ചെയ്യണമെങ്കിൽ ഈ പ്ലാസ്റ്റിക് ഇവിടുന്ന് മാറ്റി ഇവിടെ സ്ഥലം ഒരുക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ പ്രവൃത്തികളും നമ്മൾ കണ്ടുകൊണ്ട് 9 കോടി രൂപ ധനസഹായം കിട്ടിയതിൻ്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി ഓരോ പ്രവൃത്തികൾ ചെയ്യാണ്. എന്തായാലും നമ്മുടെ ഇന്നിവിടെ എടുത്തിട്ടുള്ള ഈ MCK കുട്ടി ഏജൻസി എടുത്തിട്ടുള്ള ഈ പ്ലാസ്റ്റിക് മാലിന്യം തരംതിരിച്ച് ഇവിടുന്ന് നീക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന മാലിന്യം. നഗരസഭാ സെക്രട്ടറി പ്രദീപ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ K രാജേഷ് അധ്യക്ഷത വഹിച്ചു. പരമ്പരാഗത നിക്ഷേപമായി ഇവിടെ മാറിയിരിക്കുകയാണ്. ഈ മാലിന്യ കേന്ദ്രത്തിൻ്റെ സമീപത്തുകൂടെ ഒരു കൈത്തോട്, ഒരു ചെറിയ തോടും ഒഴുകി പോകുന്നുണ്ട്. മാലിന്യം നിക്ഷേപിച്ച് ഒരു വലിയ മലയായി ഇവിടെ മാറിയിരിക്കുകയാണ്. ഈ മാലിന്യത്തിൽ നിന്നും ആ തോട്ടിലേക്ക് ഉൾപ്പെടെ ഒഴുകി പോകുന്ന മാലിന്യം വീഴുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ നിലനിൽക്കുകയാണ്. ഈ തോട്ടിലെ വെള്ളം ഭാരതപ്പുഴയിലെത്തുന്നു. ഭാരതപ്പുഴയിലെ വെള്ളമാണ് നമ്മുടെ വീട്ടിലേക്ക് പൈപ്പിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാലിന്യം ലോകത്തെ വലിയ പട്ടണങ്ങളിൽ, നമ്മുടെ രാജ്യത്തെ വിവിധ സിറ്റികളിൽ, അതുപോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ പട്ടണങ്ങളിലുമൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ മാലിന്യ സംസ്കരണശാല ആധുനികവൽക്കരിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആലോചിക്കുമ്പോൾ ഈ പരമ്പരാഗത മാലിന്യം ഇവിടെ നിന്ന് പോകേണ്ടതായിട്ടുണ്ട്. ഇത് ശാസ്ത്രീയമായി കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ഒരു നിരവധിയായ പ്രോസസ്സിംഗ് പ്രക്രിയ നടത്തേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ശാസ്ത്രീയമായി അത് സംസ്കരിക്കാൻ
കഴിവും ശേഷിയുമുള്ള ഒരു ഏജൻസിയാണ് ഇതിൻ്റെ ഒറ്റപ്പാലത്ത് ഇപ്പോൾ കരാർ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 20,100 m³ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം ആദ്യകാലങ്ങളിൽ വലിയ രൂപത്തിൽ കുഴിയെടുത്ത് ആ കുഴിയിൽ മാലിന്യം നിക്ഷേപിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മളതിൻ്റെ ലെവൽസ് എടുക്കുന്ന സമയത്ത് ആദ്യഘട്ടങ്ങളിൽ ഗ്രൗണ്ട് ലെവലിലാണ് ലെവൽസ് എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും ഈ പ്രവൃത്തി പൂർത്തിയാകുന്ന ഇതിന് ശേഷം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള പ്രവൃത്തി പൂർത്തിയാകുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി പ്രവൃത്തി ബാക്കി വരാം. അത് അടുത്ത ഘട്ടത്തിൽ പൂർത്തിയാകുന്നതോടുകൂടി ഈ മാലിന്യ സംസ്കരണ ശാല 90കളിൽ എങ്ങനെയാണോ ഭൂമി ഏറ്റെടുക്കുമ്പോഴുണ്ടായിരുന്നത് ആ ഭൂനിരപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നിലവിൽ ഇത്തരം ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു ജില്ലയിൽ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. ശാസ്ത്രീയമായി ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ മാലിന്യ സംസ്കരണ ശാലയെ ആധുനികവൽക്കരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിവരിക. ആരോഗ്യ സ്റ്റാൻഡിംഗ് MD ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ, വികസനകാര്യ സ്റ്റാൻഡിംഗ് MD ചെയർപേഴ്സൺ സുനീറ മുജീബ്, കൗൺസിലർമാരായ ഗോപൻ, പ്രസീദ, അനിത, ആമിന സമീർ, ശോഭന, മണികണ്ഠൻ, അക്ബർ അലി, കല്യാണി, ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന ജാഥയ്ക്ക് സ്വീകരണം നൽകി. കേരള മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് മങ്കര ഗ്രാമപഞ്ചായത്തിൽ സ്വീകരണം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ജാഥ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്ഥിരഗതിയിലൂടെ അത് പ്രവർത്തനക്ഷമമാകുമ്പോൾ അതിന്റെ അളവ് കുറയുമ്പോൾ കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുകയാണ്. ആ സാഹചര്യത്തിൽ നിന്നും ആ മനുഷ്യനെ മാറ്റിയെടുക്കണമെങ്കിൽ ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരികയാണ്. ഒരുപാട് ഡി-അഡിക്ഷൻ സെന്ററുകൾ ഈ സംസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്നുവെങ്കിലും കോടിക്കണക്കിന് രൂപ ഡി-അഡിക്ഷൻ സെന്ററിൽ സാധാരണക്കാരൻ കൊണ്ടുപോയി മദ്യാസക്തി നിർത്തുന്നതിനുള്ള മരുന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുവെങ്കിലും വരും ദിവസങ്ങളിലും അവൻ അതിന് അടിമപ്പെട്ടുകൊണ്ട് ആ കുടുംബത്തെ നാമാവശേഷമാക്കുന്ന ക്യാൻസർ എന്ന മഹാരോഗത്തെ പോലെ തന്നെ മദ്യം കഴിച്ചുകൊണ്ട് അവന്റെ കുടുംബത്തെ കാർന്നു തിന്നുന്ന സമാധാനാന്തരീക്ഷം ഇല്ലാതാക്കി അവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിക്കൊണ്ട് ഈ ജാഥ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കണ്ണു തുറക്കണം എന്നാണ് നമുക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ജില്ലാ പ്രസിഡന്റ് അക്ബർ ബാഷ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ പ്രൊഫസർ TM രവീന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി EA ജോസഫ്, ആർട്ടിസ്റ്റ് ശശികല, P മോഹനകുമാരൻ, ജോയ്, അരുൺ, OA ചിന്നമ്മ, മേഴ്സി, സഹദേവൻ, സിദ്ധാർത്ഥൻ, മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റപ്പാലം BRCയുടെ ആഭിമുഖ്യത്തിൽ ഗണിത വിജയം അധ്യാപക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കേരളത്തിലെ SSAEP പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ഗണിത വിജയം പരിശീലനത്തിലൂടെ ഗണിതത്തിലെ സംഖ്യാബോധം, ചതുഷ്ക്രിയകൾ എന്നിവയിൽ ഊന്നിയ പദ്ധതിയാണിത്. ഒറ്റപ്പാലം BRCയുടെ നേതൃത്വത്തിൽ തോട്ടക്കര ALP സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. റിസൾട്ടൊക്കെ വരുമ്പോൾ മാത്സിൽ മാത്രമാണ് കുട്ടികൾക്ക് പോകുന്നുണ്ടായിട്ടുണ്ടാവും. ഈ മാത്സ് ഒരു വൃത്തം കിട്ടിയാൽ പിന്നെ അവർക്ക് നമ്മൾ ആദ്യം സഹായം വരുന്നവർക്ക് എളുപ്പത്തിൽ പഠിച്ചു പോകാൻ കഴിയും. നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കേ വേണ്ടു, ബാക്കി അവർക്ക് അറിയാൻ കഴിയും. അപ്പോൾ ആ രൂപത്തിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് ട്രെയിനിങ്, അധ്യാപകർക്ക് ട്രെയിനിങ്,
അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് നിങ്ങളവിടെ പോയി കുട്ടികളെ പഠിപ്പിച്ച് ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്തും എല്ലാ തോന്നുന്നു വാണിപുറത്തുനിന്ന് വന്നവരുണ്ട് എല്ലാ കുട്ടികളെയും കണക്കിന് മുന്നിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇന്നൊരു കടയിൽ പോയി സാധനം വാങ്ങുന്ന കാര്യം അപ്പോൾ മൊബൈൽ നോക്കാണെങ്കിൽ വേറെ നമ്മളാണെന്ന് എന്ത് ഒരു ബാക്കി പൈസ എന്തെങ്കിലും വാങ്ങണമെങ്കിലോ കിട്ടണമെങ്കിലോ നമുക്ക് അപ്പോൾ മനക്കണക്ക് കൂട്ടാൻ കഴിയുകയുള്ളൂ. കുറേ കുട്ടികൾക്ക് അതിന് കഴിയുന്നില്ല. അത് അതിനോടൊപ്പം താല്പര്യം കാണിക്കാനിട്ടാണ്. ആ രൂപത്തിൽ നല്ല കാര്യമായി എടുത്തുകൊണ്ട് തന്നെ അവരെ ഗണിതം എളുപ്പത്തിൽ പഠിപ്പിക്കുകയും ഇത് മറക്കാതെ ഇരിക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ ഗണിതത്തിൽ ഉന്നത വിജയം അവർക്ക് കിട്ടുകയും ചെയ്യും. പി ബിന്ദു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വാർഡ് കൗൺസിലർ ശോഭന അധ്യക്ഷത വഹിച്ചു. ഗണിത വിജയം പരിശീലനത്തിലൂടെ കൃത്യമായ പരിശീലനം കിട്ടാത്ത ഒരു വലിയ വിഭാഗം അധ്യാപകർക്ക് ഈ പരിശീലന പരിപാടി ഗുണകരമാകുമെന്ന് ഒറ്റപ്പാലം BRC കോർഡിനേറ്റർ അനീറ കബീർ പറഞ്ഞു. ഇവിടെ ഗണിത വിജയം അധ്യാപക പരിശീലനമാണുള്ളത്. 3-4 ക്ലാസ്സിലെ കുട്ടികൾക്ക് വളരെ ലളിതമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള രൂപത്തിൽ പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാൻ വേണ്ടി ആസ്വദിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ വിവിധ ഐറ്റംസ് കൊടുത്ത് ഗണിതത്തിൻ്റെ മെറ്റീരിയൽസ് കൊടുത്തിട്ട് അവരെ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ആ മെത്തേഡിലൂടെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം തന്നെ ഗണിതത്തെ ഗ്രഹിച്ചെടുക്കാനും അവർക്കത് മനസ്സിലാക്കാനും സാധിക്കും. ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും ഗ്രഹിച്ചെടുക്കാൻ തരത്തിലുള്ള പദ്ധതിയാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശീലനമാണ് ഇന്നിവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിദ്യാലയങ്ങളിലെയും ഒറ്റപ്പാലം സബ് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകരാണ് ഇവിടെ വന്നിട്ടുള്ളത്. മറ്റു സെൻറ്ററുകളിലെ മറ്റ് അധ്യാപകരും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു പദ്ധതിയാണ്. നമ്മുടെ വിദ്യാർത്ഥികളിൽ സീറോ ആർക്കും ഗണിതം അറിയാത്തൊരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ള നിലക്കാണ് LP തലം തൊട്ട് തന്നെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇത് ആവശ്യം. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭിന്നശേഷി വിഭാഗക്കാർക്ക് സഹായ ഉപകരണ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വികലാംഗ ക്ഷേമ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അനങ്ങനടി DS ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാർഗരേഖ പ്രകാരം സഹായോപകരണങ്ങൾ നൽകാമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ പൈസ നമ്മൾ മാറ്റി ഇങ്ങനെ ഒരു പദ്ധതിയായി മാറ്റിവെക്കുകയായി. ഇങ്ങനൊരു പദ്ധതി മാറ്റിവെക്കുമ്പോൾ അതിന് ഒരു ക്യാമ്പ് നടത്തി ആ ക്യാമ്പിൽ ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പൈസ നമുക്ക് വകയിരുത്താൻ പറ്റൂ. അപ്പോൾ അങ്ങനെ വകയിരുത്തുമ്പോൾ നമുക്ക് ഈ ഒരൊറ്റ വിഭാഗത്തിന് മാത്രമേ ഓർത്തോപീഡിക് വിഭാഗത്തിന് മാത്രമേ പൈസ മാറ്റി വെക്കാൻ പറ്റൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളൊരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത്. ഈ ക്യാമ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് അതിന് അനുയോജ്യമായ നമ്മുടെ മാർഗരേഖ സബ്സിഡി മാർഗരേഖയിൽ ഏതൊക്കെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ആ മാർഗരേഖയിൽ ഉൾപ്പെടുത്തിയ ഉപകരണങ്ങൾ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റാണ് ആവശ്യമായിട്ടുള്ളത്. ആ ഡോക്ടർ സർട്ടിഫിക്കറ്റിൻ്റെ രേഖകൾ നിങ്ങൾ കൊണ്ടുവന്ന എല്ലാ രേഖകളും കറക്റ്റായി. വൈസ് പ്രസിഡന്റ് അനിത അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP ശശി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CP വനജ, ഉണ്ണീൻകുട്ടി മാസ്റ്റർ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത ഭിന്നശേഷി വിഭാഗക്കാർക്ക് അനുയോജ്യമായ ഉപകരണങ്ങൾ ഉടനെ വിതരണം ചെയ്യുമെന്ന് ICDS സൂപ്പർവൈസർ K ദീപ അറിയിച്ചു. മണ്ണാർക്കാട് വിജയകരമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. ഇന്നലെ രാവിലെ 10:45 റിക്ടർ സ്കെയിലിൽ 5.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ മണ്ണാർക്കാട് യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 2 നില കെട്ടിടം തകർന്നതായി മണ്ണാർക്കാട് താലൂക്ക് കൺട്രോൾ റൂമിൽ വിവരം ലഭിച്ചു. വിവരമുടൻ താലൂക്ക് കൺട്രോൾ റൂമിൽ നിന്നും ജില്ലാ കൺട്രോൾ റൂമിലേക്ക് എത്തിയതോടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ ആരംഭിച്ചു. അഗ്നിരക്ഷാസേനയും NDRFും പോലീസും അതിവേഗം അപകടസ്ഥലത്തെത്തി കെട്ടിടത്തിൽ കുരുങ്ങിക്കിടക്കുന്നവരെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി. മണ്ണാർക്കാട് താലൂക്ക് കൺട്രോൾ റൂമിൽ നിന്നും വിവിധ വകുപ്പുകൾക്കും വിവരം കൈമാറി. ഇൻസിഡന്റ് കമാൻഡറായി മണ്ണാർക്കാട് തഹസിൽദാർ രേവതി സംഭവസ്ഥലത്തെത്തി ഏകോപന ചുമതല ഏറ്റെടുത്തു. മണ്ണാർക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ അബ്ദുൽ നാസറുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും ഫയർ ഓഫീസർ സുൽഫീസ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേനയുടെ ഒരു യൂണിറ്റും സിവിൽ ഡിഫൻസ് സേനയുമാണ് രക്ഷാപ്രവർത്തനത്തിനെത്തിയത്. കെട്ടിടത്തിന് പുറത്ത് പരിക്കേറ്റു കിടന്ന 2 പേരെ സംഭവസ്ഥലത്ത് സജ്ജീകരിച്ച മെഡിക്കൽ എയ്ഡ് പോസ്റ്റിലെ മെഡിക്കൽ സംഘം പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം ആംബുലൻസിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കെട്ടിടത്തിനുള്ളിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വിദഗ്ധരുടെ സേവനം ആവശ്യമാണെന്ന് ഇൻസിഡന്റ് കമാൻഡർ ജില്ലാ കൺട്രോൾ റൂമിൽ അറിയിച്ചു. തുടർന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് NDRFന്റെ സഹായം ആവശ്യപ്പെട്ടു. ടീം കമാൻഡർ ദീപക്, അസിസ്റ്റന്റ് ടീം കമാൻഡർ ആയിഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ്
23-അംഗ ദേശീയ ദുരന്ത നിവാരണ സേന സ്ഥലത്തെത്തി അപകടത്തിന്റെ വ്യാപ്തി ദ്രുതഗതിയിൽ വിശകലനം ചെയ്ത ശേഷം 3 സംഘമായി പിരിഞ്ഞ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ഒരു സംഘം തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റി അകത്ത് പ്രവേശിച്ചു. തുടർന്ന് നടന്ന പരിശോധനയിൽ കുടുങ്ങിക്കിടന്ന 2 പേരെ രക്ഷപ്പെടുത്തി പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിനിടെ മുകളിലത്തെ നിലയിൽ ഒരാൾ കൂടി ഉണ്ടെന്നറിഞ്ഞ സേന അവിടെ എത്തി പരിക്കേറ്റയാളെ കയർമാർഗം താഴെ ഇറക്കി ആശുപത്രിയിലേക്ക് മാറ്റി. 1 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പൂർത്തിയായത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും NDRFും സംയുക്തമായി നടത്തിയ മോക്ക് ഡ്രില്ലാണ് പിഴവില്ലാത്ത രക്ഷാപ്രവർത്തനത്തിന് മാതൃകയായത്. സേനയ്ക്ക് പുറമെ തഹസീൽദാർ രേവതി, ഡെപ്യൂട്ടി തഹസീൽദാർമാരായ കെ രാമൻകുട്ടി, സി വിനോദ്, തദ്ദേശ സ്വയംഭരണ ദുരന്ത നിവാരണ ജില്ലാ കോർഡിനേറ്റർ ആശാ വി കെ മേനോൻ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഹസാർഡ് അനലിസ്റ്റ് ലേഖ ചാക്കോ, മണ്ണാർക്കാട് BDOD അജിതകുമാരി, പോലീസ്, അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ്, റവന്യൂ, ആരോഗ്യം, KSEB, മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. NSA ജ്വല്ലറി, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ഓപ്പോസിറ്റ് KRK കല്യാണ മണ്ഡപം, പട്ടിക്കര, പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ 90377 943671 94470 40615 98470 40616. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാർത്തകൾ തുടരുന്നു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഹീമോഗ്ലോബിൻ പരിശോധനയും ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട ക്ലാസും മങ്കര ഗ്രാമപഞ്ചായത്തിലെ കുനിയമ്പാടം അംഗൻവാടിയിൽ വെച്ച് സംഘടിപ്പിച്ചു. നമ്മുടെ രക്തത്തില് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥയിൽ പറഞ്ഞു വിളർച്ച അഥവാ അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സ്ക്രീനിങ്ങിലും അതുപോലെ തന്നെ ക്യാമ്പിലൂടെ വിളർച്ചയായ കുട്ടികളെ കണ്ടെത്തി അവരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മുൻകൂട്ടി കണ്ടുപിടിക്കാന്നുള്ളതാണ് ഈ HB ഡിറ്റക്ഷൻ ക്യാമ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. കൂടാതെ നമ്മൾ BP-യും പിന്നെ ഒരു ക്ലാസ്സും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് അല്ലെ, കൗമാര ആരോഗ്യത്തെ കുറിച്ചിട്ടൊരു ക്ലാസ് കൂടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. യോഗം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ ഹീമോഗ്ലോബിന്റെ അളവ് പരിശോധിക്കുന്നതിനും അങ്ങനെ അത് കൃത്യമായ അളവിൽ ലഭ്യമല്ല നിങ്ങൾക്ക് ഇല്ല എങ്കിൽ അവരെ ആ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നതിനുമുള്ള ഒരു സംവിധാനമാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒരു ക്ലാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് പല പ്രാവശ്യവും നിങ്ങളുടെ അമ്മമാർക്ക് എന്ത് തന്നിട്ടുണ്ട്, ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് പോഷകാഹാര വിതരണം എപ്പോ തുടങ്ങും? പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കെയർ സർക്കാർ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പൊ ആ കെയർ എടുത്ത് കൊണ്ടുവരുന്ന കുട്ടികളില് പഞ്ചായത്തുകളിലൂടെ വിതരണം ചെയ്യുന്ന പോഷകാഹാരങ്ങൾ ഈ അമൃതം പൊടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൃത്യമായി നിങ്ങൾ കഴിക്കുന്നുണ്ടോ എങ്കിൽ എന്ത് സംഭവിക്കും? ഹീമോഗ്ലോബിന്റെയും മറ്റ് നമ്മുടെ ശരീരത്തിലുള്ള കാര്യങ്ങളിൽ ഒന്നും എന്തുണ്ടാവില്ല, ഒരു കുറവും സംഭവിക്കില്ല. JPHN രമ്യ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അംഗൻവാടി ടീച്ചർ ബേബി വിമല സ്വാഗതം പറഞ്ഞു. JHIമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അച്യുതൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. ഉല്ലാസ് മേളയിൽ താരങ്ങളായി അട്ടപ്പാടിയിലെ നഞ്ചിയും പ്രദീപയും.
ദേശീയ സാക്ഷരതാ മിഷൻ ഉല്ലാസ് പദ്ധതിയുടെ ഭാഗമായി ന്യൂഡൽഹിയിൽ നടന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പദ്ധതിയിലെ പഠിതാക്കളുടെയും സംഗമത്തിലും ഉല്ലാസ് മേളയിലും താരങ്ങളായി അട്ടപ്പാടിയിലെ നഞ്ചിയും പ്രദീപയും. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ എത്തുന്ന മേളയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചാണ് അട്ടപ്പാടി കാവുണ്ടിക്കൽ ഊരിൽ നിന്നുള്ള സാക്ഷരതാ പഠിതാവായ 41-കാരി നഞ്ചിയും ഇൻസ്ട്രക്ടർ പ്രദീപയും പങ്കെടുത്തത്. ഇവരെ കൂടാതെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 2 പേരും കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ പ്രൊഫസർ എജി ഒലീന, അസിസ്റ്റന്റ് ഡയറക്ടർ സന്ദീപ് ചന്ദ്രൻ എന്നിവരും ഇവരോടൊപ്പമുണ്ട്. 2022-23 വർഷം ആരംഭിച്ച NILP പദ്ധതിയുടെ മികവുത്സവം സാക്ഷരതാ പരീക്ഷ 2023 ഡിസംബർ 10-നാണ് കേരളത്തിൽ നടന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി 85,000 പഠിതാക്കൾ പരീക്ഷയിൽ പങ്കെടുത്തു. ഇവരെ പ്രതിനിധീകരിച്ചാണ് പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള 2 വീതം പഠിതാക്കളും ഇൻസ്ട്രക്ടർമാരും ഡൽഹിയിൽ നടന്ന മേളയിൽ പങ്കെടുത്തത്. ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിൽ 9,490 പേർ NILP ഉല്ലാസ് സാക്ഷരതാ പരീക്ഷ വിജയിച്ചു. അട്ടപ്പാടിയിൽ നടന്ന ഉല്ലാസ് പഠന ക്ലാസുകൾക്ക് കുടുംബശ്രീയാണ് നേതൃത്വം നൽകിയത്. ചരിത്രത്തിൽ ഇന്ന് KM മുൻഷി ഓർമ്മ ദിനം. പ്രമുഖനായ ഗുജറാത്തി സാഹിത്യകാരനും രാഷ്ട്രതന്ത്രജ്ഞനും ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പികളിൽ ഒരാളുമാണ് കന്യാലാൽ മനേക്ലാൽ മുൻഷി എന്ന KM മുൻഷി. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ശ്രീ അരവിന്ദന്റെ സ്വാധീനത്താൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുഖ്യ പോരാളിയായി അദ്ദേഹം മാറി. അഭിഭാഷകനായിരുന്നു. ഗാന്ധിജി, നെഹ്റു, ജിന്ന, തിലകൻ, ആനി ബസന്റ്, സർദാർ പട്ടേൽ എന്നിവരുമായി അടുത്തു പ്രവർത്തിച്ചു. വിഭജനത്തിനു മുമ്പുള്ള ബോംബെയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു മുൻഷി. സ്വാതന്ത്ര്യാനന്തരം പ്രത്യേക പ്രദേശമാകാൻ നിന്ന ഹൈദരാബാദ് നിസാമിനെ അന്യായത്തിലാക്കാൻ സർദാർ വല്ലഭായ് പട്ടേൽ ഇദ്ദേഹത്തെ നിയോഗിച്ചത്. കേന്ദ്ര ഭക്ഷ്യമന്ത്രി, ഉത്തർപ്രദേശ് ഗവർണർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നോവൽ, നാടകം, സ്മരണ, ചരിത്രം എന്നീ വിഭാഗങ്ങളിലായി ഗുജറാത്തിയിലും ഇംഗ്ലീഷിലും അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഗുജറാത്തി ഭാഷയിലെ പ്രമുഖ ചരിത്ര നോവലുകളാണ് മുൻഷിയുടെ പ്രധാന സാഹിത്യ സംഭാവന. പത്താനി പ്രഭുത, ഗുജറാത്ത് നോ നാഥ്, രാജാതിരാജ് എന്നീ നോവൽ ത്രയം പ്രശസ്തമാണ്. ജയ് സോമനാഥ്, കൃഷ്ണാവതാര, ഭഗവാൻ പരശുരാമ, തപസ്വിനി തുടങ്ങിയവയും ശ്രദ്ധേയ രചനകളാണ്. തപസ്വിനിയിൽ മഹാത്മജിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥാരൂപമാണ്. മുൻഷിയുടെ പൃഥ്വി വല്ലഭ് എന്ന നോവൽ 2 തവണ ചലച്ചിത്രമാക്കപ്പെട്ടു. 1924 മണിലാൽ ജോഷി സംവിധാനം ചെയ്ത ചിത്രം അക്കാലത്ത് വളരെ വിവാദമുണ്ടാവുകയുണ്ടായി. ചിത്രത്തിലെ ലൈംഗികതയുടെയും അക്രമത്തിന്റെയും ആധിക്യം ഗാന്ധിജിയെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം ചിത്രത്തെ നിശിതമായി വിമർശിച്ചു. 1943 സൊഹ്റാബ് മോഡി ഈ ചിത്രം വീണ്ടും എടുക്കുകയുണ്ടായി. മാരി കമല, വേർണി വസൂലത്ത്, പത്താനി പ്രഭുത, ഗുജറാത്ത് നോ നാഥ്, രാജാതിരാജ്, പൃഥ്വി വല്ലഭ്, സ്വപ്ന നിരീക്ഷ, ലോപമുദ്ര, ജയ് സോമനാഥ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.